ഈ ദിവസം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, വമ്പൻ വാർത്ത. പക്ഷേ ഈ വാർത്ത അല്പം ദുഃഖത്തോടു കൂടി മാത്രമാണ് വായിക്കാൻ കഴിയുക. കാരണം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ബംഗ്ലാദേശിൽ അടിക്കടി ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷേ ഈ വാർത്ത അല്പം ദുഃഖത്തോടു കൂടി തന്നെ നാം കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു മാനുഷിക പരിഗണനയുടെ ആവശ്യമുണ്ട്. പാകിസ്ഥാനിൽ സംഭവിച്ചതുപോലെ ബംഗ്ലാദേശിന് കടുത്ത പട്ടിണിയിലേക്ക് പോകുന്നു, ഭക്ഷ്യക്ഷാമം നേരിടുന്നു, ആയിരങ്ങൾ പിടഞ്ഞു വീണു മരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ബംഗ്ലാദേശിലെ ഭക്ഷ്യ വിതരണ ശൃംഖല തടസ്സപ്പെട്ടിരിക്കുന്നു. കടുത്ത പണപ്പെരുപ്പമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഈ ഭക്ഷ്യ സുരക്ഷാ സംവിധാനത്തെ തകിടം മറിച്ചിരിക്കുന്ന. കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന അരി ഡിസംബർ 17 തീർന്നു. ഇപ്പോൾ ഇന്ത്യയോട് സഹായം ചോദിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സാമ്പത്തിക ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദാണ്. അദ്ദേഹം ഇന്ത്യയോട് 50,000 ടൺ അരി ഉടനടി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ MS ബഗാദിയ ബ്രദേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ടെന്നിന് $456.67 ഒരു ടൺ അരി വെച്ച് തങ്ങൾ വാങ്ങിക്കൊള്ളാം, അതിനുള്ള അനുമതിയും ഇന്ത്യ നൽകണമെന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടത്. ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം ഡിസംബർ 17 വരെ മാത്രമാണ് അവർക്ക് ഈ അരിയുടെയും മറ്റു ധാന്യങ്ങളുടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് 17 ഡിസംബർ 17 അതുവരെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അവരുടെ ശേഖരം, സർക്കാരിൻ്റെ ശേഖരം 11.48 ലക്ഷം ടൺ ആയിരുന്നു. അതിൽ 7.42 ലക്ഷം ടൺ അരിയാണ് ഉണ്ടായിരുന്നത്. ഈ ഡിസംബർ വരെ ഇന്ത്യ നൽകിയിരുന്നത് 26.25 ലക്ഷം ടൺ അരിയായിരുന്നു. ഏതായാലും അരി എത്തിയാലുടൻ വിവിധ മാർഗങ്ങളിലൂടെ എല്ലായിടത്തും എത്തിക്കാനാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ കാഴ്ച പാകിസ്ഥാനിൽ കണ്ടതാണ്. ഗോതമ്പിനൊക്കെ തീപിടിച്ച വിലയുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്നതും ഒരു കുപ്പി പാല് ലഭിക്കാതെ കുട്ടികൾ നിലവിളിക്കുന്നതും പാലിന് 350-400 രൂപയാകുന്നതും ജനം തെരുവിലിറങ്ങി നിലവിളിക്കുന്ന കാഴ്ച നാം പാകിസ്ഥാനിൽ നിന്ന് കണ്ടതാണ്. ഈ ചാനലിൽ തന്നെ അതിൻ്റെ പലവട്ടം ദൃശ്യങ്ങളടക്കിയ വാർത്ത നൽകിയതാണ്. എന്തിനേറെ പറയുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് അവിടെ പട്ടിണിയായപ്പോൾ ഇന്ത്യ അവിടത്തേക്ക് സൗജന്യമായി കൊണ്ടുപോയ ഗോതമ്പ് പാകിസ്ഥാൻ അതിർത്തി കടന്നപ്പോൾ പാകിസ്ഥാനികൾ കൊള്ളയടിച്ചതും അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഈ ഒരു അവസ്ഥയോട് അങ്ങേയറ്റം സഹതാപമുണ്ട്, മാനുഷിക പരിഗണനയാണ്. കാരണം നിരപരാധികളായ അനവധി പേർ ഒരു രാജ്യത്തുണ്ട്. അവർ കൊടും പട്ടിണിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ഈ ഒരു അഭ്യർത്ഥന ഇന്ത്യ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഈ വാർത്തയുടെ ഇല്ലെങ്കിൽ ക്ലൈമാക്സ് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.